താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ ആഷിഖിനെ കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് ഇന്ന് താമരശ്ശേരി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഇയാളെ കൊണ്ടുവരുന്ന വഴിക്കൊക്കെ ഇയാൾ ക്യാമറകളുടെ മുമ്പിൽ കാണിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാനസിക പ്രശ്നം എന്ന നിലയ്ക്ക് തന്നെ ആണോ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? ആ രീതിയിൽ ചികിത്സ നൽകുക എന്നതാണോ ആദ്യഘട്ടം? ദിവിഷ് മണി ആൻഡ് രാജീവ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ രാസലഹരിക്ക് അടിമപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ ആയിരുന്നു ആഷിഖ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിമുക്തി നേടാൻ ഒരു ഘട്ടത്തിലും ആഷിഖിന് സാധിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ഒരു ചികിത്സാ കേന്ദ്രത്തിലായിരുന്നു, പിന്നീടാണ് ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്കൊക്കെ മാറ്റുന്നത്. നമ്മൾ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെയും ഈ വൈദ്യപരിശോധനക്കടക്കം കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിൽ നിന്നും ഒരു പരിഹാസ രൂപേണയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ഈ ജയിലിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെയാണ് കോഴിക്കോട്ടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആഷിഖിനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അടിയന്തരമായി മാറ്റുകയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. എന്തായാലും ഇതിലിപ്പോൾ താമരശ്ശേരി പോലീസ് കേസ് അന്വേഷിക്കുന്ന താമരശ്ശേരി പോലീസ് 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇന്ന് താമരശ്ശേരി കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട്. അങ്ങനെ കസ്റ്റഡി അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും ഘട്ടത്തിലേക്കും ഇന്ന് കടക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മളെല്ലാം വളരെയധികം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഇത്തരത്തിൽ 25 വയസ്സുള്ള ആഷിഖ് എന്ന യുവാവ് സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രാസലഹരിക്ക് MDMA അടക്കമുള്ള രാസലഹരിക്ക് ആഷിഖ് അടിമയായിരുന്നു. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇതിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നതും. കാരണം ഈ ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഉമ്മ സുബൈദ സഹോദരിയുടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ആഷിഖ് എത്തുന്നത്. ആദ്യഘട്ടങ്ങളിലൊന്നും ഒരുപാട് സമയം ഉമ്മയോടൊപ്പം നിന്നതാണ്, സഹോദരിക്കൊപ്പം നിന്നതാണ്. ആ ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നവും ആഷിഖ് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഇവരുടെ സഹോദരിയായിട്ടുള്ള സക്കീന ജോലി ആവശ്യാർത്ഥം പുറത്തുപോയ സമയത്താണ് തെറ്റിനുള്ള മറുപടി എന്ന നിലയ്ക്ക് കൊന്നു എന്നാണ് ഇയാൾ ആദ്യം പോലീസിനോടൊക്കെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഈ രാസലഹരി അയാളെ മാനസിക രോഗിയാക്കി മാറ്റുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.